സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഡയലോഗാണ്. രാഷ്ട്രീയം ഏതുമാകട്ടെ, സുരേഷ് ഗോപിയുടെ നല്ല മനസ്സ് കാണാതെ പോകരുത്. BJPയെ വെറുക്കുന്നു, പക്ഷേ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. ഇതൊക്കെ ദിവസവും ഒരിക്കലെങ്കിലും ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾക്കും. എൻ്റെ ഒരു സംശയം, എങ്ങനെയാണ് അയാൾ നല്ലൊരു മനുഷ്യനാകുന്നത്? ഇന്ത്യയിൽ ഏറ്റവും അധികം കലാപങ്ങൾ നടത്തി, ഏറ്റവും അധികം വർഗീയ ചേരിതിരിവ് നടത്തി ചരിത്രമുള്ള സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അയാൾ. ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ശത്രുക്കളാണെന്ന വിചാരധാരയോടുകൂടി പ്രവർത്തിക്കുന്ന BJP RSS വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണ്. അവരധികാരം കൈയാളുമ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പശുവിൻ്റെ പേരിലും രാമൻ്റെ പേരിലും അവരെ കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ഒന്നിനു പുറകെ മറ്റൊന്നായി പൊളിക്കാൻ പള്ളികൾ തിരയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെയാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ക്രൈസ്തവരോടും അങ്ങനെയൊക്കെയാണ്. അയാളുടെ ഓരോ പ്രസ്താവനകളിലും അയാളിലെ ഉള്ളിലെ വിദ്വേഷവും വർഗീയതയും സവർണബോധവും വ്യക്തമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇയാൾ ക്യാമറയും തൂക്കി മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി ചില ചാരിറ്റി സംഭാവനകൾ നടത്തിയാൽ വിശുദ്ധനാകുമോ? ക്രൈസ്തവ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പോയി ആഘോഷങ്ങളിൽ പെരുന്നാളുകളിൽ പങ്കെടുത്തത് കൊണ്ട് മതേതരവാദിയാകുമോ? ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയോ താലിബാൻ്റെയോ നേതാവ് ഇയാളെപ്പോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അവരെ പറ്റിയും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുമോ? BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതോടുകൂടി തന്നെ സുരേഷ് ഗോപി എന്നയാൾ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വർഗീയവാദിയായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരു സാധാരണ സംഘിയിൽ നിന്നും അയാൾ ഒന്നുകൊണ്ടും വ്യത്യസ്തനാകുന്നില്ല. രാഷ്ട്രീയം മാറ്റിവെക്കുക, അയാളൊരു നല്ല മനുഷ്യനാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ സംഘികൾ അവരുടെ വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ജനസമ്മതിക്ക് വേണ്ടി അടിച്ചിറക്കുന്നതാണ്. അതിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള സാമാന്യ ബുദ്ധി മതേതര വിശ്വാസികൾക്കുണ്ടാകണം. ഇയാളെന്നും അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അങ്ങേ അറ്റം വരെ വേണേലും പോകും. പഠിക്കുന്ന കാലത്ത് SFIക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിൽ പോയി. K. കരുണാകരൻ്റെ അടുക്കളയിലായിരുന്നു. ലക്ഷ്യം തിരുവനന്തപുരത്തെയോ കൊല്ലത്തെയോ പാർലമെൻറ്റ് സീറ്റായിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ തിരികെ VSനെ പാടിപ്പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ അടുക്കള നിറങ്ങാൻ തുടങ്ങി. അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ നേരെ വണ്ടി വിട്ടു ഗുജറാത്തിലേക്ക്, മോദിയുടെ അടുത്തേക്ക്. ഇതാണ് അയാളുടെ രാഷ്ട്രീയ ചരിത്രം. അല്ലാതെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളല്ല. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും പുറകെ പോകുന്നയാളാണ്. അയാളിപ്പോൾ മന്ത്രിയായപ്പോഴുള്ള ശരീരഭാഷ നമ്മൾ കണ്ടു. പാവം പോലീസുകാരുടെ സല്യൂട്ടും സ്വീകരണത്തിലെ ആക്ഷനും പൊങ്ങച്ചം പറച്ചിലുമൊക്കെ നമ്മൾ ലൈവായി കാണുന്നതാണ്. ഇതാണ് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ.